വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും സിന്ധുമ്മയും കൂടെയാണ് പോണത് അച്ഛൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് ആലപ്പുഴയിലാണ്. അച്ഛൻ്റെ വീട് വൈക്കത്താണ് വരുന്നത്, അതായത് കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, എങ്കിലും അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ ഫാമിലി, അനിയന്മാർ, അവരുടെ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഇതുപോലെ എല്ലാവർക്കും അവധിയൊക്കെ കിട്ടുന്ന സമയത്ത് ഞങ്ങളൊന്ന് പോയിട്ട് വരുവേ. ബസ് നേരെ വന്നിറങ്ങിയത് തവണക്കടവ് ബോട്ട് ജെട്ടിയിലാണ് കേട്ടോ. ഇനി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിൽ കയറിയിട്ട് വേണം വൈക്കത്തോട്ട് പോകാൻ. നല്ല ഭാഗ്യമായതുകൊണ്ട് കറക്റ്റ് അമ്മ എത്തിയ സമയത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഓൾമോസ്റ്റ് ഒരു ബോട്ടിലോട്ട് പോകാനുള്ള ആളുകൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ബോട്ടിലോട്ടുള്ള ആളുകൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് അങ്ങനെ ഓരോ ബാച്ചായിട്ടാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ബോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ആളുകൾ ഇറങ്ങുന്നുമുണ്ട്, അതുപോലെ ആ ഒരു ബാച്ചിലുള്ള ആളുകൾ കയറുന്നുണ്ട് കേട്ടോ. കുറേ നേരം അവിടെ നിന്ന് ബോറടിച്ചപ്പോൾ ഞാനിത് ഇപ്പുറത്തെ സൈഡിൽ ജങ്കാറ് പോകണുണ്ടായിരുന്നു, അത് കാണാനായിട്ട് വന്നു കേട്ടോ. ഞാൻ നല്ല കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ പൊന്നാനിയിൽ നിന്ന് ജങ്കാറിൽ പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെ കൂടെ പോയത്. ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. വേമ്പനാട് കായലാണ് ഇവിടെയുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണല്ലോ വേമ്പനാട് കായൽ. അതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ കാണാനുണ്ടല്ലേ. എന്തൊരു തെളിഞ്ഞൊരു ക്ലൈമറ്റാണെന്ന് നോക്കിക്കേ. ഇത് അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരുന്നു അവസ്ഥ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തവർ ആ ബോട്ടിൽ കയറുവാണ് കേട്ടോ. ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും ഇവിടുന്ന് ബോട്ടുണ്ട്. അത് അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സമയം കേട്ടോ. ഒരു 15 to 20 അത്രയൊക്കെ ടൈം വേണ്ടി വരുമായിരിക്കും തവണക്കടവെന്ന് വൈക്കത്തോട്ട് എത്താനായിട്ട്. ചില സമയത്ത് അത് കൂടാൻ കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് മേ ബി ഒരു 30 മിനിറ്റ് ഒക്കെ ആവാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ആ ബോട്ടിലോട്ട് എല്ലാവരും കയറിയിട്ടുണ്ട്. ഇനി അടുത്ത ബോട്ട് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ. എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ കാണാനായിട്ട്. ഞാൻ കുറച്ച് നേരം അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നോക്കി നിന്നു കേട്ടോ. ഇപ്പോഴും ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടില്ല, കാരണം ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ ബോട്ട് ഇവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇതാ ലാസ്റ്റ് ഒരുപാട് നേരം നിന്നു കേട്ടോ പാവം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ബോട്ട് ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ആളുകളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്കതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നേ, കാരണം സൺഡേ ആണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളകത്ത് കയറിയിരുന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല കേട്ടോ. അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു, നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല രീതിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പുറത്ത് വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, എങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആ ചേച്ചിയുടെ മണ്ടയിൽ കൂടെ ഒക്കെ ഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. എന്ത് രസമാണല്ലേ കാണാനായി. എൻ്റെ സ്വന്തം വീടും ഇതുപോലെ തന്നെയാണ് കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഭാരതപ്പുഴയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ നമ്മൾ ഈ വെള്ളമൊക്കെ കണ്ടു വളർന്നതുകൊണ്ട് അതിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ അതുപോലെ തന്നെ എനിക്ക് പേടിയുമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ വെള്ളത്തിനോട് കുറച്ചധികം പേടിയുള്ള കൂട്ടത്തിലാണ്, അത്ര ഇഷ്ടവുമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് വൈക്കത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോയ അതേ ജങ്കാർ ഇതാ അവിടുന്ന് വണ്ടികളൊക്കെ കയറ്റി തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഒരു നീണ്ട ബോട്ട് യാത്രയ്ക്കൊടുവിൽ നമ്മൾ വൈക്കത്തപ്പൻ്റെ മണ്ണിലേക്ക് വന്നിറങ്ങിയേക്കുവാണ് കേട്ടോ. എന്തായാലേ ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. ഇനി കുറച്ചങ്ങോട്ട് നടന്നിട്ട് വേണം ബസ്സിൽ പോകാനായിട്ട് കേട്ടോ അച്ഛൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഓർത്തു എന്തായാലും ഇവിടെ വന്ന് ഇറങ്ങിയതല്ലേ, നമ്മൾ രാവിലെയാണ് പോയത്, അപ്പോൾ അമ്പലത്തിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് ഓർത്തു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. നമ്മളിവിടെ അഷ്ടമിക്കും അങ്ങനെ പല പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിലും അകത്തോട്ട് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മയുടെ കൂടെ ആയതുകൊണ്ട് അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാമെന്ന് കരുതി നമ്മളിതാ ക്ഷേത്രത്തിനകത്തോട്ട് പോവുകയാണേ. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല കരിഞ്ഞു പൊള്ളുന്ന വെയിലായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. 2 കല്യാണം മറ്റോ ഞങ്ങളവിടെ ചെന്ന സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അത്യാവശ്യം വലിയ അമ്പലമാണ് കേട്ടോ. സത്യത്തിൽ ഈ അമ്പലത്തിന് ഇത്രയ്ക്കും വിസ്തീർണമൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയണത് ഇപ്പോഴാണ്. കാരണം അഷ്ടമിക്കൊക്കെ പോയ സമയത്ത് ഇവിടെയൊക്കെ നിറയെ ആളുകളായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചറോ കാര്യങ്ങളോ അതിൻ്റെ ചുറ്റുമുള്ള ആ സ്പേസോ ഒന്നും അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ അധികം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതുകൊണ്ട് അധികം ആളുകൾ, തിരക്ക്, ബഹളം അങ്ങനെയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ആ ഒരു ബ്യൂട്ടി കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അതോ കണ്ടില്ല, ആ സൈഡിൽ നോക്കിക്കേ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്നാമത് സൺഡേ കൂടെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ തിരക്കും ഉണ്ടാവുമല്ലോ.
സ്വാഭാവികമായിട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലെ തിരക്ക് ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ തൊഴാനായിട്ട് ഈ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് കേട്ടോ. പൊതുവേ ഏതൊരു അമ്പലത്തിൽ ചെന്നാലും നമുക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ വന്നപ്പോഴും കിട്ടിയത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഓർത്തു വഴിപാട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. കാരണം എപ്പോഴും നമ്മൾ ഓടി വരുന്ന ഒരു അമ്പലമോ അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു അമ്പലമോ അല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ വഴിപാട് കൗണ്ടറിലൊക്കെ വന്നിട്ട് എണ്ണയും തിരിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഏതായാലും അകത്ത് കയറി ഒന്ന് തൊഴുത് എണ്ണയും തിരിയൊക്കെ കൊടുത്തിട്ട് പോകാമെന്നാണ് കരുതിയത്. അങ്ങനെ തുലാഭാരമൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞതാണോ അതോ ഇനി നടക്കാൻ പോകുന്നതാണോ എന്നറിയില്ല. അതിൻ്റെ ഐറ്റംസൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു അകത്തോട്ട് കയറുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് സൈഡിൽ എഴുതി വെച്ചേക്കുന്നത് കണ്ടത്. ആരും അങ്ങനെ ഫോൺ യൂസ് ചെയ്യരുതെന്നൊന്നും പറഞ്ഞ് കേട്ടുമില്ല. ആരും അങ്ങനെ ഞാൻ കണ്ടില്ല അങ്ങനെ പൊതുവെ. പക്ഷെ ആരും ഫോണൊന്നും കയ്യിലെടുക്കാതായപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് വന്നിട്ട് സൈഡിലോട്ട് നോക്കിയപ്പോഴാണ് എഴുതി വെച്ചേക്കണത് കേട്ടോ, ഫോണൊന്നും അകത്ത് അലൗഡല്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ഫോണൊക്കെ ഓഫാക്കി. അതുകൊണ്ട് അകത്തെ വീഡിയോസ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നോക്കിക്കേ, ആകാശം എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. തെളിഞ്ഞ മാനം, തെളിഞ്ഞ അന്തരീക്ഷം എന്നൊക്കെ പറയണത് ഇതിനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിറങ്ങിയതാ. ഇവിടെയും കൂടെ പ്രാർത്ഥിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിന്, നല്ല സ്പേസും ഉണ്ട്. ഒരാളിരിക്കണുണ്ടോ, മഹാദേവൻ്റെ സ്വന്തം ആളാണ് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണേ. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഈ ഒരു പരിവായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരിഞ്ഞു ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂടെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. അത്രയ്ക്കും നമുക്കൊരു മിനിറ്റ് നേരം പോലും വെറുതെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി നേരെ അച്ഛൻ്റെ വീടിൻ്റെ അവിടെ ചെന്നിറങ്ങും. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചൊന്നും അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഞാനും അമ്മയും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ കായലും തോടും പുഴയും അതുപോലെ തന്നെ കുളങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് വന്നെങ്കിൽ ഇത് ഫുള്ള് പാടങ്ങളും പച്ചപ്പും നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് തറവാട് വീട്. ഇവിടെയാണ് അച്ചാച്ചനും അച്ചാമ്മയൊക്കെ ഉള്ളത്. അതുപോലെ അച്ഛൻ്റെ ഒരു അനിയനും അവരുടെ ഫാമിലി ഇവിടെയാണ് കേട്ടോ. ബാക്കി രണ്ടുപേര് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടാണ്. അതിലൊരാളുടെ വീട്ടിലൂടെ നമ്മളിന്ന് പോകുന്നുണ്ട്. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയേക്കുവാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനും കൊച്ചിൻ്റെ മോളാണ് കേട്ടോ ഇതിപ്പോൾ അവളാണോ ചേച്ചി ഞാനാണോ ചേച്ചി, ആളെന്നേലും നല്ല ഹൈറ്റൊക്കെ വെച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. അതിൽ അവൾക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഷൈ ആണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്നെ എടുക്കരുത് എന്നൊക്കെയാണ് പറയണത് കേട്ടോ. അങ്ങനെ എന്നെ ഏതൊക്കെയോ സ്പോട്ടൊക്കെ പറഞ്ഞ് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ചെറിയ തോതിൽ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ നല്ല വെയിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി കുട എടുത്തത്. നല്ല വെയിലായതുകൊണ്ടാണ് അമ്മ കുട എടുത്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് കുട എടുത്തത്. അങ്ങനെ നമ്മൾ കുടയൊക്കെ ചൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയിലായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അവൾ ഈ പോണ പോക്കിലൊക്കെ എനിക്ക് എന്തൊക്കെയോ പറഞ്ഞൊക്കെ തരുന്നുണ്ട്. ഓരോ കഥകളും വിശേഷങ്ങളും കൂട്ടുകാര വിശേഷങ്ങളും അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നടന്ന് അവസാനം അവൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നെന്തോ വലിയ സംഭവം കാണിക്കാനാണ് ഈ കൊണ്ടുപോണത്. അങ്ങനെ ഇതുപോലെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ചെറിയൊരു പാലം പോലെ ഇങ്ങനെയൊക്കെ പണിതിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ അച്ഛൻ്റെ അതായത് എൻ്റെ അമ്മായിയുടെ സ്ഥലമുണ്ട്. വെട്ടത്താണ്, മലപ്പുറത്താണ്. ഏകദേശം ഇതുപോലത്തെയൊക്കെ ഒരു സ്ഥലമാണ്. പാടവും ഇതുപോലെ കുഞ്ഞി പാലൊക്കെ വെച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ക്രോസ് ചെയ്തൊക്കെ നടക്കണം. അപ്പോൾ ഞങ്ങൾ കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ നല്ല രസമായിരുന്നു അങ്ങനെയൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സൈഡിൽ വെള്ളം ഇങ്ങനെ കുമിള പോലെ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ എയർ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെന്തേലും ആവട്ടെ നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ഉദ്ദേശിച്ചത് ഏതോ ഒരു മരമോ അങ്ങനെ എന്തോ ഉണ്ട്, അതിൻ്റെ അറ്റത്ത് അതിനകത്ത് കയറിയിരിക്കാം
അവിടെ നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ സൈഡിൽ ഇപ്പോൾ മഴയായതുകൊണ്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് പാടത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങിയൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്രേ. പക്ഷെ ഇപ്പോൾ മഴയൊക്കെ ആയി വെള്ളം കയറിയപ്പോൾ ആ ഒരു പ്ലാൻ അവളുടെ ഫ്ലോപ്പായിപ്പോയി. ഇപ്പോൾ ഞാൻ വന്നപ്പോഴാണ് ആളും ഇതുപോലെ മഴയൊക്കെ കയറി സൈഡിൽ വെള്ളമൊക്കെ ആയി എന്ന് കാണുന്നത്. ഇത് കണ്ടോ, അമ്പലമാണ് കേട്ടോ അത്. ഒരു തരം കുങ്കുമ കളർ പോലെയുള്ള ഒരു കളറിൽ വിരിയണ പൂവാണ്. വെള്ളം നല്ല കലങ്ങിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്തതുകൊണ്ടായിരിക്കും. സത്യം ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്, ആൾക്ക് ഈ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നതൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഇത് കാണാൻ മാത്രമല്ലേ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അത് ഞാൻ നിങ്ങളെ നേരിട്ട് കേൾപ്പിക്കാം കേട്ടോ. ഇപ്പോൾ കേട്ടില്ലേ, അത്രയ്ക്കും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അതുപോലെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ അലക്കുകല്ല് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടെ നിന്നായിരിക്കും അവർ അലക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിതാ പോയ കാര്യം നടന്നിട്ടില്ല. അതുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. കാര്യം അവിടെ അവൾ പറഞ്ഞ സ്പോട്ടിലെത്തിയപ്പോഴേക്കും ഒരുപാട് പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. തിരിച്ചിതാ അതേ വഴി തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണേ. ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് വെള്ളത്തിൻ്റെ ഏറ്റയിറക്കം അനുസരിച്ചിട്ട് വെള്ളം അടിച്ചു വിടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോട്ടോർ ഷെഡാണ് കേട്ടോ ഇത്. അത് കൊച്ചെനിക്ക് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇവിടെ നിന്ന് വെള്ളം ഇപ്പുറത്തെ സൈഡിലോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഒരുപോലെ അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടോർ ഷെഡാണ്. അതിൻ്റെ പദ്ധതിയുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ വളരെ റെയറായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. അതാണ് എൻ്റെ പോളിസി. അങ്ങോട്ടേക്ക് പോകുമ്പോൾ പൊരിഞ്ഞ വെയിലാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ മഴയാണ് കേട്ടോ. എന്തായാലും കുട 2 പർപ്പസിന് യൂസ് ചെയ്യാവുന്നത് കൊണ്ട് ഞങ്ങൾ വഴിയിലൊന്നും പെട്ടില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാലൻസ് വീഡിയോ ഇനിയുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാര്യം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 12 മിനിറ്റോളം വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടിൽ ദെൻ ബൈ, ടാറ്റ.